ഹായ്, വെൽക്കം ബാക്ക് ടു സയൻസ് ഫെസ്റ്റിവൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കളരിപ്പയറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. ലോകത്ത് ആദ്യമായിട്ട് നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയ ആയോധന മുറ കളരിപ്പയറ്റാണ്. അതുകൊണ്ട് തന്നെ കളരിപ്പയറ്റിനെ എല്ലാ ആയോധന കലകളുടെയും മാതാവ് എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ള എല്ലാ മാർഷൽ ആർട്ടുകളും കളരിപ്പയറ്റിൽ നിന്നോ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഉണ്ടായതാണ്. എല്ലാ ആയോധന കലകളിലും പൊതുവായിട്ട് കുറേ സവിശേഷതകൾ കാണാം. മറ്റു ആർട്സിൽ അവ വെറുതെ പഠിപ്പിക്കുമ്പോൾ അതെല്ലാം കളരിപ്പയറ്റിൽ കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. കളരിപ്പയറ്റിനെ ബോധിധർമ്മൻ ചൈനയിലെ ഭൂഘടനക്കനുസരിച്ച് മാറ്റിയെടുത്തതാണ് ഷാവോലിൻ കുങ്ഫു. കേരളത്തിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ഈ പുരാതനമായിട്ടുള്ള ആയോധന മുറ അഭ്യസിച്ചിട്ട് വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗക്കാരും കളരിപ്പയറ്റ് അഭ്യസിക്കുന്നുണ്ട്. തെയ്യം, പൂരക്കളി, മറുത്തുകളി, കഥകളി, കോൽക്കളി, വേലകളി, കച്ചോടിക്കളി തുടങ്ങിയ കേരളത്തിലെ പല പരമ്പരാഗത കലാരൂപങ്ങളും കളരിപ്പയറ്റിൽ നിന്ന് പലതും കടം കൊണ്ടിട്ടുണ്ട്. ചെറുകളരി അഥവാ കുഴിക്കളരി, അങ്കക്കളരി എന്നിങ്ങനെ രണ്ടു തരമാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് കളരിപ്പയറ്റ് ശാസ്ത്രീയമായിട്ട് അഭ്യസിപ്പിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളാണ്. അംഗം വെട്ടലിൻ്റെ ആവശ്യത്തിലേക്കാണ് അങ്കക്കളരി. പ്രധാനമായിട്ടും 4 ശൈലികളാണ് കളരിപ്പയറ്റിലുള്ളത്. തെക്കൻ രീതിയും വടക്കൻ രീതിയും മധ്യ കേരള രീതിയും തുളുനാടനും. വടക്കൻ രീതി കൂടുതൽ അനുക്രമങ്ങളും ഒഴുക്കുമുള്ള സങ്കീർണവുമായിട്ടുള്ള ശൈലി അനുവർത്തിക്കുമ്പോൾ തെക്കൻ രീതിയാകട്ടെ വേഗതേറിയ ചെറുനീക്കങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. വടക്കൻ ശൈലി മെയ്യ് കൂടാതെ കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെക്കോട്ടാകട്ടെ മെയ്യ് കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് കൂടുതലും. തെക്കൻ ശൈലിക്ക് സംഘകാലത്തോളം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. വെള്ളാളർ, നാടാറന്മാർ, തേവർമാർ തുടങ്ങിയ സമുദായത്തിൽപ്പെട്ടവരാണ് പ്രധാനമായിട്ടും മുൻകാലങ്ങളിൽ ഇതനുഷ്ഠിച്ചു വന്നത്. പ്രധാനമായിട്ടും തമിഴ് ജാതി വിഭാഗങ്ങളിൽ നിന്നാണ് ഇത് തെക്കൻ കേരളക്കരയിൽ എത്തുന്നത്. അന്നത്തെ തിരുവിതാംകൂറിൽ ഇന്നത്തെ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുന്നതും ഇത് തെക്കൻ കേരളത്തിൽ പ്രചരിക്കാൻ കാരണമായി. അഗസ്ത്യമുനിയിൽ നിന്നാണ് തെക്കൻ രീതി വന്നതെന്നാണ് പഴങ്കഥകൾ. തെക്കൻ ശൈലി എന്നത് കളരിപ്പയറ്റായി പറയുന്നുണ്ടെങ്കിലും തെക്കൻ യഥാർത്ഥത്തിൽ തമിഴ് ആയോധന കലകളായ അടിതല, സിലമ്പം, മർമ്മ അടി തുടങ്ങിയവയിൽ നിന്ന് തെക്കൻ കേരളത്തിൽ എത്തിയതാണ്. അതുകൊണ്ടാണ് അടി, തട, മർമ്മ അടി തുടങ്ങിയ പേരുകളും തെക്കൻ ശൈലി പ്രചാരത്തിലുള്ളത്. കളരി എന്ന പദം സംസ്കൃതത്തിലെ ഗലുവിക എന്നതിൽ നിന്നുമാണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കല്ലൂരി എന്ന ദ്രാവിഡ തമിഴ് പദത്തിൽ നിന്നും രൂപപ്പെട്ടതാണെന്നുമുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. കന്നഡയിൽ അവിടുത്തെ ആയുധ പരിശീലന കേന്ദ്രങ്ങളെ ഗരഡികൾ എന്നാണ് പറയുന്നത്. സംസ്കൃതത്തിൽ ഗലൂരിക എന്നാൽ ആയുധ പരിശീലന സ്ഥലം എന്നും തമിഴിലെ കല്ലൂരി എന്നാൽ വിവിധ വിഷയങ്ങൾ അഭ്യസിപ്പിക്കുന്ന ചെറു മാതൃക കലാശാല എന്നുമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലേക്ക് വന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. സമയബന്ധിതമായി നടത്തേണ്ടതുണ്ട്.
അശോക മെഡിക്കൽ KKG വേദി 2 റിപ്പോർട്ട് ചെയ്യുന്നത്. അശോക മെഡിക്കൽ KKG വേദി 2 റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂനിയർ ഗേൾസ് വാളം പരിച്ച മത്സരം ഉടൻ ആരംഭിക്കണമെന്ന് അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം ബോയ്സ് കൈപ്പോർ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെട്ട് ഉടൻ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ശ്രദ്ധിക്കുക, സീനിയർ വിഭാഗം കൈപ്പോർ ശ്രദ്ധിക്കുക. തേർഡ് പ്രൈസ് ആര്യാലത്തെ ഭാർഗവ കാളിസഭ അരിയല്ലൂർ. സെക്കൻഡ് പ്രൈസ് ശ്രീലക്ഷ്മി VR കളരി കോട്ടക്കൽ. ഫസ്റ്റ് പ്രൈസ് അനഗാപി KKS സംഘം കാരാട്. ശ്രദ്ധിക്കുക, സീനിയർ ഗേൾസിന്റെ ഹൈക്കിംഗ് മത്സരത്തിലുള്ള വിദ്യാർത്ഥികൾ ഉടൻ മൈക്കുമായി ബന്ധപ്പെടുക. ചെസ് നമ്പർ ഉടൻ സ്വീകരിക്കുക. KKG താമൂര്. ആത്മകളി ഉണ്ടോ? ഗോപിക KKS മത്സരം കാരാട്. ജൂനിയർ ഗേൾസ് ഹൈക്കിംഗ് മത്സരത്തിനുള്ള ഹൈറ്റ് ടെസ്റ്റിന് വേണ്ടി മത്സരാർത്ഥികൾ ഉടൻ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. 529, 530, 531, 532, 533, 534, 536, 537, 540, 538 ഇത്രയും വിദ്യാർത്ഥികൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക. സീനിയർ ഗേൾസ് ഹൈക്കിംഗ് മത്സരത്തിൽ ഹൈറ്റ് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉടൻ മൈക്ക് പോയിന്റ്. സോറി, സ്റ്റേജ് സെക്കൻഡ് ഉടൻ മത്സരം ആരംഭിക്കുന്നതാണ്. സബ് ജൂനിയർ ബോയ്സ് കെട്ടുകാരി വിഭാഗം റിസൾട്ടാണ് വായിക്കുന്നത്. മത്സരാർത്ഥികൾ ശ്രദ്ധിക്കുക. സബ് ജൂനിയർ ബോയ്സ് വിഭാഗം കെട്ടുകാരി റിസൾട്ടാണ് വായിക്കുന്നത്. തേർഡ് പ്രൈസ് ഷഹൽ അഭിമന്യു
Second prize, Muhammad Ansif, Siad Ahmad, APMS